ഫ്രീ ടൈം എല്ലാം രണ്ടാഴ്ചയുടെ ക്ലാസ്സിൻ്റെ നോട്ട്സ് എഴുതി തീർക്കുകയാണ് ജാനി. അതിനിടെ ക്ലാസ്സിലെ ഒട്ടുമിക്ക സ്റ്റുഡൻസിനെയും അവൾ പരിചയപ്പെടാനും മറന്നില്ല. മതി എഴുതിയത്, ബാക്കി നാളെ. ജാനി എഴുതിക്കൊണ്ടിരുന്ന നോട്ട്സ് മടക്കി വെച്ചുകൊണ്ട് മാനസ ജാനിയെ എഴുന്നേൽപ്പിച്ചു. ഇനി കുറച്ചേയുള്ളൂ, ഞാൻ അതും കൂടി എഴുതിക്കോട്ടെ? പതിഞ്ഞ ശബ്ദത്തിൽ ജാനി അവളോട് പറഞ്ഞു. നീ എൻ്റെ നോട്ട്സ് വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോ. ഇപ്പോൾ വന്നേ, നമുക്ക് കോളേജ് ഒന്ന് കറങ്ങി കണ്ടിട്ട് വരാം. ആദിയും കൂടി അവളുടെ കൈയും പിടിച്ചു വലിച്ച് ക്ലാസ്സിൽ നിന്ന് പുറത്തേക്കിറങ്ങി. ഇപ്പോൾ അവർക്ക് ഫ്രീ ടൈമാണ്. അതുകൊണ്ട് തന്നെ ജാനിയെയും കൂട്ടി എല്ലായിടവും കാണിച്ചു കൊടുക്കാൻ മാനസിക്ക് ഉത്സാഹം തോന്നി. അതേപോലെ ജാനിയുടെ ഈ ഉൾവലിഞ്ഞുള്ള പ്രകൃതം മാറ്റണമെന്ന് മാനസിയും ആദിയും തീരുമാനിച്ചിരുന്നു. ഓരോന്ന് കാണിച്ചും പറഞ്ഞും മാനസിയും ആദിയും ജാനിയെയും ചേർത്ത് എല്ലായിടത്തേക്കും നടന്നു. ആകാംക്ഷയോടെ ജാനി ഓരോ ഇടവും നോക്കി കാണുകയാണ്. പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് എല്ലാ ഭാഗത്തും. അത് പ്രത്യേക ഭംഗി നൽകുന്നുണ്ട് കോളേജ് ക്യാമ്പസിന്. പല നിറത്തിലുള്ള മന്ദാരം, അതവളുടെ കണ്ണുകളിൽ കുളിർമയേകി. ചെറുപ്പം തൊട്ടേ അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പൂവാണ് മന്ദാരം. വെള്ള മന്ദാരമാണ് അവൾക്ക് പ്രിയം. താഴെ വീണ് കിടക്കുന്ന ഓരോ പൂക്കളും പെറുക്കിയെടുത്ത് അവൾ നോക്കി കാണുകയാണ്. എല്ലാം കൊഴിഞ്ഞുപോയി. കഴിഞ്ഞ ആഴ്ച വരെ നിറയെ പൂത്തിട്ടുണ്ടായിരുന്നു. താഴെ വീണ് കിടക്കുന്ന പൂക്കളിലേക്കും മരത്തിലേക്കും നോക്കിക്കൊണ്ട് മാനസ പറഞ്ഞു. വാ, നമുക്ക് അപ്പുറത്തെ സെക്ഷനിലേക്ക് പോകാം. അവിടെ പൂക്കളുടെ പല വെറൈറ്റിയുമുണ്ട്. പറ്റുമെങ്കിൽ എല്ലാത്തിൻ്റെയും 1-2 തണ്ട് പൊട്ടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യാമല്ലോ. ഓ പിന്നെ, നിന്റെ തറവാട് സ്വത്താണല്ലോ ഈ കോളേജ്. അവിടെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വച്ചിട്ടുണ്ട്, കണ്ടിട്ടില്ലേ നീ? എന്നിട്ടാണ് അവൾ തണ്ടൊടിക്കാൻ പോകുന്നത്. അയ്യടി, ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. ആരും കാണാതെ പൊട്ടിക്കാന്ന്. വളിച്ച ഇടിയാലെ ആദി മാനസിയെ നോക്കി. മതി ഇളിച്ചത്, വന്നേ. മാനസ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നപ്പോഴും ജാനി കയ്യിലുള്ള മന്ദാരത്തെ നോക്കി കാണുകയായിരുന്നു. തിരിഞ്ഞു നോക്കി മാനസ. ഇതിന് മാത്രം എന്താണാവോ ആ പൂവിലുള്ളത്? സംശയത്തോടെ തൻ്റെ അടുത്ത് നിൽക്കുന്ന ആദിയോട് ചോദിച്ചു. ആ, ആർക്കറിയാം. ഡി, എനിക്കൊരു സംശയം. എന്താ? വല്ല കുനിഷ്ടാണെങ്കിൽ എന്നോട് ചോദിക്കാൻ നിൽക്കണ്ട. അതൊന്നുമല്ലടി. നീ പറഞ്ഞത് ജാനിയുടെ കല്യാണം കഴിഞ്ഞു എന്നല്ലേ? ആ, അതെ. പക്ഷേ അവളുടെ കഴുത്തിൽ താലിയോ നെറുകയിൽ സിന്ദൂരമോ ഒന്നുമില്ലല്ലോ. സംശയത്തോടെ ആദി മാനസിയെ നോക്കി. ഇതേ സമയം ആ സംശയം മാനസിക്കും തോന്നി. പക്ഷേ എന്തായാലും ജാനിയോട് ചോദിക്കാൻ കഴിയില്ലെന്ന് അവൾക്കറിയാം. എന്താ നീ ഒന്നും പറയാത്തത്? തൻ്റെ ചോദ്യത്തിന് ഉത്തരം നൽകാതെ നിൽക്കുന്ന മാനസിയെ തോണ്ടിക്കൊണ്ട് വീണ്ടും ആദി ചോദിച്ചു. എനിക്കും അറിയില്ലടാ. ഞാൻ മനുവേട്ടനെ വിളിച്ചാൽ ചോദിക്കാം. ജാനിയോട് ചോദിക്കാൻ കഴിയില്ലല്ലോ. മന്ദാരപ്പൂക്കൾ വീണ്ടും പറക്കുന്ന ജാനിയിലേക്ക് നോട്ടം പതിച്ചുകൊണ്ട് മാനസി ആദിയോട് പറഞ്ഞു. ഹോ, അപ്പോൾ വിളിയെല്ലാം തുടങ്ങിയല്ലേ? അതിൻ്റെ ഇടയിൽ കുനിഷ്ടോടെ ആദി മാനസിയെ നോക്കി. സൈക്കിളിൽ നിന്ന് വീണ ഇളിയാല് മാനസ ആദിയെ നോക്കി. മതി, ദേ, നീ ആ പെണ്ണിനെ വിളിച്ചേ. ഇല്ലെങ്കിൽ താഴെ കിടക്കുന്ന മുഴുവൻ പൂവിൻ്റെയും സൗന്ദര്യം നോക്കി നിൽക്കും. ഈ സമയം ആ സെക്ഷനിൽ ആളുണ്ടാകില്ല. കമ്പ് പൊട്ടിക്കാൻ പറ്റിയ സമയമാ. കുരുപ്പ് ഇതുവരെ അത് വിട്ടില്ലേ? ആദിയെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് മാനസി പറയുന്നതിനോടൊപ്പം അവൾ ജാനിയുടെ അടുത്തേക്ക് നടന്നു. എന്താ ഇതിനു മാത്രം അതിലുള്ളത്? മന്ദാരത്തിലേക്ക് തന്നെ കണ്ണു നട്ടിരിക്കുന്ന ജാനിയോട് മാനസ ചോദിച്ചു. എനിക്കെന്ത് ഇഷ്ടമാ മന്ദാരം? പൂവിൽ നിന്ന് നോട്ടം മാറ്റി തലയുയർത്തി മാനസിയെ നോക്കിക്കൊണ്ട് ചെറു പുഞ്ചിരിയോടെ ജാനി പറഞ്ഞു. എൻ്റെ വീട്ടിലുണ്ടായിരുന്നു ഒരു മന്ദാരച്ചെടി. ഞാനും മീരേച്ചിയും ഉത്സവത്തിന് പോയപ്പോൾ അവിടെ കണ്ടു വാങ്ങിച്ചു വന്ന് വീട്ടിൽ നട്ടുപിടിപ്പിച്ചതാ. 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അതിൽ പൂവിടുകയും ചെയ്തു. രാവിലത്തെ എന്നുമുള്ള കണിയാണ് ആ മന്ദാരച്ചെടി. പറയുന്നതിനോടൊപ്പം ജാനിയുടെ കണ്ണുകൾ കലങ്ങുന്നത് മാനസ ശ്രദ്ധിച്ചു. പക്ഷേ അവളത് കണ്ടില്ലെന്ന് നടിച്ചു. വാ, ദേ ആദി കാത്തു നിൽക്കുന്നു. അവൾക്ക് അവിടെയുള്ള ചെടിയുടെ എല്ലാ കമ്പും പൊട്ടിച്ചെടുക്കണമെന്നാ പറയുന്നത്. ആരെങ്കിലും വരുന്നതിന് മുമ്പ് പൊട്ടിച്ചു പോകാം. ഇല്ലെങ്കിൽ പെണ്ണ് സ്വൈര്യം തരത്തില്ല. ജാനിയുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് മാനസി നടന്നു. ഇതേ സമയം മാനസി ആലോചിക്കുകയായിരുന്നു, എന്തിനാണ് ജാനിയുടെ കണ്ണുകൾ കലങ്ങിയത് എന്ന്. ഒരുപാട് ചോദ്യോത്തരങ്ങളുണ്ട് ജാനിയുടെ ജീവിതത്തിലെന്ന്. ചെറിയ സൂചനകൾ മനുവേട്ടൻ തന്നിരുന്നുവെങ്കിലും അതുമാത്രമല്ലെന്ന് മാനസിക്ക് മനസ്സിലായി. ഇതേ സമയം ജാനി ഓർക്കുകയായിരുന്നു, 1-2 വർഷങ്ങൾ കൊണ്ട് തന്നെ തഴച്ചു വളർന്നിരുന്നു മന്ദാരച്ചെടി. എന്നും നിറയെ പൂക്കളും ഉണ്ടാകും. മീരേച്ചിയോടുള്ള ദേഷ്യത്തിന് ഒരു ദിവസം സുധിയേട്ടൻ ചൂടുവെള്ളം കൊണ്ടുവന്ന് മന്ദാരച്ചെടിയിൽ ഒഴിച്ചു. തങ്ങളെ 2 പേരെയും വേദനിപ്പിക്കുക എന്നതായിരുന്നു അന്നൊക്കെ സുധിയേട്ടൻ്റെ മെയിൻ വിനോദം. പിന്നെ എത്ര ശ്രമിച്ചിട്ടും അത് നന്നാക്കാൻ കഴിഞ്ഞില്ല. 1-2 ദിവസം കഴിഞ്ഞപ്പോഴേ അതിൻ്റെ ഇലകളൊക്കെ കൊഴിഞ്ഞുപോയി. അത് നശിക്കുകയും ചെയ്തു. എന്നും വേദനകൾ തന്നിരുന്ന ദിനങ്ങളായിരുന്നു അതൊക്കെ. ഓർമ്മകളുടെ കൂട്ടത്തിൽ നിന്നും അവളുടെ മനസ്സിലേക്ക് മീരയും കടന്നു വന്നു. എവിടെയായിരിക്കും? എങ്ങനെയായിരിക്കും ജീവിക്കുന്നത്?
കാണാൻ കൊതി തോന്നുന്നു. ആ മടിയിൽ കിടന്നുറങ്ങാൻ തോന്നുന്നു. മാനസയുടെയും ആദിയുടെയും കൂടെ നടക്കുന്നുണ്ടെങ്കിലും അവളുടെ മനസ്സ് മുഴുവൻ മറ്റെവിടെയോ ആയിരുന്നു. വൈകുന്നേരം പറഞ്ഞതുപോലെ തന്നെ വിഷ്ണു കോളേജ് ഗേറ്റിന്റെ പുറത്ത് കാത്തു നിൽപ്പുണ്ട്. ദൂരെ നിന്നും മാനസയുടെയും ആദിയുടെയും കൂടെ ചിരിച്ചു വരുന്ന ജാനിയെ അവൻ കണ്ണ് നിറച്ച് നോക്കി നിന്നു. അവന് പരിചയമില്ലാത്തതാണ് അവളുടെ ചിരി. കണ്ണ് നിറഞ്ഞ് വിതുമ്പി നിൽക്കുന്ന പെണ്ണിനെ എന്നും കാണാറുള്ളൂ. അതിന് ഒരു പരിധിവരെ താൻ തന്നെയാണ് കാരണക്കാരൻ എന്നും ഒരു നിമിഷം അവൻ ഓർത്തു. ചിന്തകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ അവർ മൂന്നുപേരും വിഷ്ണുവിന്റെ അടുത്തേക്ക് എത്തിയിരുന്നു. കണ്ണേട്ടൻ നേരത്തെ എത്തിയോ? വിഷ്ണുവിനെ കണ്ടപാടെ മാനസി ചോദിച്ചു. ഇല്ല, ദാ എത്തിയതേയുള്ളൂ. നീ ഹോസ്റ്റലിലേക്കാണോ? അതേ കണ്ണേട്ടാ. വാ കയറ്, ഞാനാക്കാം. കാറിലേക്ക് തിരിഞ്ഞു നിന്ന് കയറാൻ വിഷ്ണു നിന്നതും മാനസ തടഞ്ഞു. വേണ്ട കണ്ണേട്ടാ, നിങ്ങൾ പൊയ്ക്കോ. എൻ്റെ കൂടെ ആദിയുണ്ട്. അതുമല്ല, എനിക്ക് ഒന്ന് രണ്ട് സാധനം വാങ്ങാനുമുണ്ട്. ആദിയുടെ വീട്ടിലും ഒന്ന് പോകണം. അതേയോ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണേ. മാനസ പറഞ്ഞുകൊണ്ട് ആദിയെയും കൂട്ടി അവിടെ നിന്ന് പോയി. ഇതേ സമയം ജാനി രണ്ടുപേരുടെയും സംസാരം ശ്രദ്ധിക്കുകയായിരുന്നു. ഇവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയാൻ അവൾക്ക് ആഗ്രഹം തോന്നി. പക്ഷേ ചോദിച്ചില്ല. പോകാം, ആലോചനയോടുകൂടി നിൽക്കുന്നവളോട് വിഷ്ണു ചോദിച്ചു. ഒന്ന് മൂളിക്കൊണ്ട് അവൾ ബാക്ക് ഡോർ തുറക്കാൻ നിന്നതും വിഷ്ണു അത് തടഞ്ഞു. ഒപ്പം ഫ്രണ്ട് ഡോർ ഓപ്പൺ ചെയ്തു കൊടുക്കുകയും ചെയ്തു. അവൾ അവനെ ഒന്ന് നോക്കി. അവൻ തുറന്നുകൊടുത്ത ഭാഗത്തായി തന്നെ കയറി. ചെറുപുഞ്ചിരിയോടെ വിഷ്ണുവും കയറി. ഒപ്പം അവളുടെ അടുത്തേക്കായി നീങ്ങിക്കൊണ്ട് അവളുടെ സൈഡിൽ നിന്ന് ബെൽറ്റ് വലിച്ചെടുത്ത് പിന്നോട് ചേർത്തു. പ്രതീക്ഷിക്കാതെ ആയതുകൊണ്ട് അവൾ ഒന്ന് ഞെട്ടി. ഒപ്പം അവൻ്റെ ശ്വാസം തൻ്റെ മുഖത്തേക്ക് അടിച്ചതും അവൾ ഒന്ന് വിറച്ചു. ഒപ്പം തൻ്റെ സീറ്റിലേക്ക് തന്നെ ഇരുന്ന അവനെയും നോക്കി. ആള് തൻ്റെ സീറ്റ് ബെൽറ്റ് ഇട്ടു ഡ്രൈവിംഗ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. കാർ പതിയെ മുന്നോട്ട് നീങ്ങിയതും വിഷ്ണുവിൻ്റെ മുഖത്തു നിന്ന് ജാനി നോട്ടം മാറ്റി പുറത്തേക്ക് കാഴ്ചകളിലേക്ക് ശ്രദ്ധ കൊടുത്തു. ഇതേ സമയം വിഷ്ണു ഇടം കണ്ണാലെ ജാനിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പുതിയ കാഴ്ചകൾ കാണുന്ന കൊച്ചു കുട്ടിയെ പോലെയാണ് അവൾ. പതിഞ്ഞ പുഞ്ചിരിയോടെ അവൾ ഓരോ കാഴ്ചകളും അവൾ ആസ്വദിക്കുകയാണ്. ജാനിയോട് സംസാരിക്കണമെന്നവന് തോന്നിയെങ്കിലും അവളുടെ കാഴ്ചകൾക്ക് മങ്ങലേൽപ്പിക്കാൻ അവന് തോന്നിയില്ല. കാർ നേരെ ചെന്ന് നിന്നത് ടൗണിലുള്ള വലിയൊരു മാളിലേക്കാണ്. മോളിന്റെ കാർ പോർച്ചിന്റെ ഭാഗത്തായി കാർ നിന്നതും ജാനി വിഷ്ണുവിനെ തിരിഞ്ഞു നോക്കി. ഇവിടുന്നാകുമ്പോൾ തനിക്ക് വേണ്ടതൊക്കെ കിട്ടും. അവളുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലാക്കി വിഷ്ണു പറഞ്ഞു. അവൻ സീറ്റ് ബെൽറ്റ് അഴിച്ചു. അതുപോലെ തന്നെ ജാനിയും ചെയ്തു. ഡോർ ഓപ്പൺ ചെയ്ത് രണ്ടുപേരും പുറത്തേക്കിറങ്ങി. കാർ ലോക്ക് ചെയ്തു. വിഷ്ണു മുന്നിലും ജാനി പിന്നിലായി നടന്നു. നടക്കുന്നതിനിടയിൽ ആ പടുകൂറ്റൻ ബിൽഡിംഗ് ജാനി നോക്കി കാണുകയാണ്. ആദ്യമായാണ് അവൾ ഇങ്ങനെ ഒരു സ്ഥലത്ത്. അവളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഷോപ്പ് എന്ന് പറയുന്നത് അവളുടെ വീടിന്റെ അടുത്തുള്ള രസിക ചേച്ചിയുടെ ഷോപ്പാണ്. അത്യാവശ്യം വേണ്ട ഉടുപ്പെല്ലാം അവിടുന്ന് കിട്ടും. ഇൻസ്റ്റാൾമെന്റ് വഴിയായി പണമൊടുക്കിയാൽ മതി. അങ്ങനെയാണ് ഓരോന്ന് മീരേച്ചി തനിക്ക് വാങ്ങിത്തന്നത് എന്നവൾ ഒരു നിമിഷം ഓർത്തു. പഴയ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലായിടത്തും മീരയുടെ സാന്നിധ്യം അവൾക്ക് പുറകെ ഉണ്ടായിരുന്നു. വാടോ. മേലോട്ട് നോക്കി കുന്തം പിഴുങ്ങിയതുപോലെ നിൽക്കുന്നവളെ വിഷ്ണു ചുണ്ടിൽ ഊറി വന്ന പുഞ്ചിരിയോടെ വിളിച്ചു. അവളൊന്ന് അവനെ നോക്കി. അവൾക്ക് മുന്നോട്ടേക്ക് നടക്കാൻ തോന്നിയില്ല. അവൾക്ക് സ്വയം പുച്ഛം തോന്നി. ഇത്രയും വലിയൊരു സ്ഥലത്ത് താൻ എങ്ങനെയാണ്, അതും ഇദ്ദേഹത്തിന്റെ കൂടെ? അച്ഛൻ പറഞ്ഞതുകൊണ്ട് മാത്രമായിരിക്കും എന്നെയും കൂട്ടി ഇവിടേക്ക് വന്നത്. അദ്ദേഹത്തിന് കുറച്ചിലായാലോ? തന്നെ നോക്കി നിൽക്കുന്നവനെ നോക്കി അവൾ ഓരോന്ന് ചിന്തിച്ചു. തന്നിലേക്ക് തന്നെ നോട്ടം എഴുതിയിരിക്കുന്നവളുടെ അടുത്തേക്ക് പോയി അവളുടെ കൈയിലേക്ക് അവൻ പിടിച്ചു. പെടുന്നനെ അവൾ ചിന്തകൾ മാറ്റി അവനെ നോക്കി. വാ പെണ്ണേ. അവൻ അവളുടെ കയ്യിൽ പിടിച്ച് മുന്നോട്ടേക്ക് കൂട്ടി നടന്നു. ഓരോ അടി വയ്ക്കുമ്പോഴും അവൾക്ക് പതർച്ച തോന്നി. തൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുന്നവൻ്റെ കൈകളിലേക്കായി അവളുടെ നോട്ടം. ആളുകൾ കൂടുന്നതിനിടയിൽ കുട്ടികളെ കൈവെടിയാതിരിക്കാൻ അച്ഛനമ്മമാർ പിടിക്കുന്നത് പോലെയാണ് തൻ്റെ കൈയും മുറുകെ പിടിച്ചിരിക്കുന്നത്. അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. എപ്പോഴും ഇങ്ങനെയായിരുന്നെങ്കിൽ എന്ന് ഒരു നിമിഷം ആഗ്രഹിച്ചു. മാളിന്റെ അകത്തേക്ക് കയറിയതും അവിടെയുള്ള കാഴ്ചകൾ കണ്ട് അവൾ അതിശയിച്ചു നിന്നുപോയി. ടിവിയിലെല്ലാം ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെയുള്ളതൊക്കെ കണ്ടിട്ടുണ്ട്. മാളിനെ ഏറ്റവും ഭംഗിയാക്കുന്നത് ഇവിടുത്തെ ഇന്റീരിയർ ഡിസൈനിങ് ആണ്. ഓരോ ഷോപ്പിനും അതിൻ്റെതായ ഇന്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അവൾ ഓരോന്ന് നോക്കിക്കൊണ്ട് വിഷ്ണുവിന്റെ പിറകെ നടന്നു. അപ്പോഴും അവൻ അവളുടെ കൈകൾ വിട്ടില്ല. കൂടുതൽ മുറുകെ പിടിച്ചതേയുള്ളൂ. വിഷ്ണു അവളെയും കൂട്ടി നേരെ പോയത് ഡ്രസ് ഷോറൂമിലേക്കാണ്. ഷോറൂമിൽ കയറിയതും അവൻ അവളുടെ കൈപ്പിടി വിട്ടു. ഒപ്പം അവിടെയുള്ള ലേഡീസ് സ്റ്റാഫിനോട് അവൻ എന്തൊക്കെയോ സംസാരിക്കുകയും ചെയ്തു. ജാനി അതൊന്നും ശ്രദ്ധിക്കാൻ പോയില്ല. അവൾ ഈ സമയം ചുറ്റും കാണുകയാണ്. കണ്ണ് കാണാത്തവന് ആദ്യമായി കാഴ്ച കിട്ടുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് പെണ്ണിന്. ആദ്യത്തെ അനുഭവങ്ങൾ. എന്തിനൊക്കെയോ അവൾക്ക് സന്തോഷം തോന്നി. അത് അവളുടെ കണ്ണുകളുടെ തിളക്കത്തോടെ എടുത്തു കാണിക്കുന്നുണ്ട്. ലേഡീസ് സ്റ്റാഫിനോട് സംസാരിച്ച് നേരെ ജാനിയുടെ അടുത്തേക്ക് വിഷ്ണു വന്നു.
ദേ ആ സെക്ഷനിലേക്ക് പോകാം. അവൻ വീണ്ടും അവളുടെ കൈ പിടിച്ചു മുന്നോട്ടേക്ക് നടന്നു. ഇതേ സമയം അവൻ പുഞ്ചിരിക്കുകയാണ് മനസ്സാലെ. അവളെ ഒന്ന് സ്പർശിക്കാൻ കഴിഞ്ഞതിന്, തൻ്റെ ഒപ്പം കൊണ്ടു നടക്കാൻ കഴിഞ്ഞതിന്. ഒരു പാവയെപ്പോലെ തന്നെ പിറകെ വരുന്നവനെ കണ്ടപ്പോൾ അവന് വല്ലാതെ തോന്നി. നേരെ അവളെയും കൂട്ടി അവൻ പോയത് അവൾക്ക് വേണ്ട ചുരിദാർ മെറ്റീരിയൽസിൻ്റെ സെക്ഷനിലേക്കാണ്. വലിയൊരു കളക്ഷൻ തന്നെ അവിടെ ഉണ്ട്. ഏത് മെറ്റീരിയലാണ് സാർ വേണ്ടത്? സ്റ്റാഫ് മുന്നോട്ടേക്ക് വന്ന് ചോദിച്ചു. എല്ലാം നോക്കാം, കൂടുതലും ഡാർക്ക് കളേഴ്സ് നോക്കാം. തൻ്റെ പിന്നിലായി നിൽക്കുന്ന ജാനിയെ ഒന്ന് നോക്കിക്കൊണ്ട് സ്റ്റാഫിനോട് പറഞ്ഞു. വീണ്ടും അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് സ്റ്റാഫിൻ്റെ അടുത്തേക്ക് നടന്നു. ഇതേ സമയം സ്റ്റാഫ് ഓരോ കളക്ഷനായി എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. ജാനിയാണെങ്കിൽ ഒന്നിലും ശ്രദ്ധ കൊടുക്കുന്നില്ല. അവൾ മറ്റെന്തൊക്കെയോ നോക്കി കാണുകയാണ്. ഏതാ വേണ്ടതെന്ന് വെച്ചാൽ തനിക്ക് ഇഷ്ടപ്പെട്ടത് എടുത്തോളൂ. വിഷ്ണു അവളോട് ചോദിക്കുമ്പോഴാണ് അവൾ നിരത്തി വെച്ച ഡ്രസ്സുകൾ കാണുന്നത് തന്നെ. അമ്പരപ്പോടെ അവൾ അവനെ നോക്കി. എന്താ, ഇഷ്ടപ്പെട്ടില്ലേ? ഡ്രസ്സിലേക്ക് ശ്രദ്ധ കൊടുക്കാതെ തന്നെ നോക്കി നിൽക്കുന്നവളോട് ചോദിച്ചു. ഇതിനൊക്കെ നല്ല വിലയാകില്ലേ? എനിക്ക് സാധാരണ വിലയുള്ളത് മതി, പതിഞ്ഞ ശബ്ദത്തിൽ അവൾ വിഷ്ണുവിനോട് പറഞ്ഞു. ഒപ്പം നിരത്തിവെച്ച ഡ്രസ്സുകൾ അവൾ കാണുകയാണ്. കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും 2000 രൂപയ്ക്ക് മുകളിൽ വിലയുണ്ടാകുമെന്ന്. ആ പൈസയുണ്ടെങ്കിൽ തനിക്ക് 5 ചുരിദാർ വാങ്ങിക്കാമെന്ന് അവൾ ഓർത്തു. താൻ അതൊന്നും നോക്കേണ്ട, തനിക്കിതിൽ ഏതൊക്കെയാ ഇഷ്ടപ്പെട്ടത്? സ്റ്റാഫ് നിരത്തിവെച്ച ചുരിദാർ മെറ്റീരിയൽസ് ഓരോന്ന് എടുത്ത് കാണിച്ചുകൊണ്ട് വിഷ്ണു ചോദിച്ചു. ജാനിക്കാണെങ്കിൽ എന്തോ പോലെ. ഇത്രയും വിലയുള്ള ഡ്രസ് വിഷ്ണുവേട്ടൻ്റെ അലമാരയിൽ തനിക്ക് വേണ്ടി വാങ്ങിവെച്ച കൂട്ടത്തിൽ ഇങ്ങനെയുള്ളതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒന്നും ധരിക്കാൻ തോന്നിയിട്ടില്ല. ഒരു ഡ്രസ്സ് വാങ്ങിക്കാൻ കഷ്ടപ്പെട്ട ദിനങ്ങളാണ് ഓർമ്മ വരുന്നത്. നല്ലൊരു ദിവസമായാൽ പോലും ആരും ഒന്നും വാങ്ങിത്തരില്ല. സുധിയേട്ടൻ ഇല്ലാത്ത സമയത്ത് ആരും കാണാതെ എന്തെങ്കിലും ജോലിക്ക് പോയാണ് മീരേച്ചി തനിക്ക് ഓരോന്ന് വാങ്ങിത്തരിക. അതിനും ആ പാവം കഷ്ടപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര ഇഷ്ടമായാലും ചെറിയ വിലയുള്ളത് മാത്രമേ നോക്കി വാങ്ങിക്കാറുള്ളൂ. അത്രയെങ്കിലും കഷ്ടപ്പാട് മീരേച്ചിക്ക് ഞാൻ കുറച്ചു കൊടുക്കേണ്ടേ? ഓരോ സന്ദർഭങ്ങളിലും അവൾക്ക് അവളുടെ പഴയ ലോകത്തേക്ക് സഞ്ചരിക്കും. വേദനകൾ ഉളവാക്കിയ ദിനങ്ങളിലേക്ക്, ജാനിയെ ഈ പടുകുഴി വരെ എത്തിച്ച ലോകത്തേക്ക്. ഹലോ, വിരൽഞ്ഞൊട്ടി വിഷ്ണു വിളിച്ചു. ആ, എന്താടാ ചിന്തിക്കുന്നത്? കോളേജിൽ പോകുമ്പോൾ ഒരുപാട് ഡ്രസ്സ് വേണ്ടി വരും. നല്ലത് നോക്കി സ്റ്റാഫിൻ്റെ കയ്യിലേക്ക് കൊടുത്തു മാറ്റിവെക്കാൻ പറയുന്നതിനോടൊപ്പമാണ് ജാനിയോട് പറയുന്നത്. വില കുറഞ്ഞതു മതി. എൻ്റെ കൊച്ചേ, നിനക്ക് വേണ്ടത് ഏതാന്ന് വെച്ചാൽ എടുക്ക് പറയുന്നതിനോടൊപ്പം സ്റ്റാഫ് നിരത്തുന്നതിൽ നല്ലത് നോക്കി വിഷ്ണു എടുത്ത് മാറ്റിവെക്കുകയും ചെയ്യുന്നുണ്ട്. ജാനി ഓരോന്ന് നോക്കി അതിൽ നിന്ന് ഏറ്റവും വില കുറഞ്ഞത് നോക്കി 1-2 എടുത്ത് മാറ്റിവെച്ചു. അപ്പോഴേക്കും വിഷ്ണു അവൾക്ക് വേണ്ടതൊക്കെ എടുത്തിരുന്നു. ഇതൊരു നടക്ക് പോകില്ലെന്ന് വിഷ്ണുവിന് തന്നെ ബോധ്യമായി. ഇങ്ങനെയുമുണ്ടോ പെൺപിള്ളേര്? ഡ്രസ്സ് കണ്ടാൽ ആക്രാന്തം കൂട്ടുന്ന ടീമുകളല്ലേ. ഈ കൊച്ചു മാത്രം എന്തേ ഇങ്ങനെ? വിഷ്ണു ഓരോന്ന് ആലോചിച്ചുകൊണ്ട് അവൾ പ്രൈസ് ടാഗ് നോക്കുന്നത് ശ്രദ്ധിച്ചു. ആരും കാണാതെ പ്രൈസ് ടാഗ് നോക്കുന്ന അവളെ കണ്ടപ്പോൾ അവന് ചിരി വന്നു. ഒപ്പം ഇതുവരെയുള്ള ജീവിതം അവൾക്ക് എന്താണ് പഠിപ്പിച്ചു കൊടുത്തതെന്നും അവന് മനസ്സിലാകുന്നുണ്ട്. അവൾ ഇതുവരെ ജീവിച്ച രീതിയിൽ ജീവിക്കാൻ തന്നെയാണ് അവൾ ശ്രമിക്കുന്നത്. അതിൽ നിന്നൊക്കെ മാറ്റം വരുത്തണമെന്ന് അവൻ തീരുമാനിച്ചു. വേറെ എന്തെങ്കിലും നോക്കുന്നുണ്ടോ സാർ? ചുരിദാർ എണ്ണം കൂടിയതിനനുസരിച്ച് സ്റ്റാഫ് ചോദിച്ചു. യെസ്, സാരി നോക്കണം. എനിക്ക് സാരി വേണ്ട, എൻ്റെ അടുത്തുണ്ട്, അവൻ പറഞ്ഞു. അവൻ പറഞ്ഞു കഴിഞ്ഞതും അവൾ വേഗം പറഞ്ഞു. അതൊക്കെ ഡിസൈനർ സാരി അല്ലേ, നമുക്ക് സിമ്പിൾ സാരി മാറ്റിപ്പിടിക്കാം. അവളെ നോക്കി പുഞ്ചിരിച്ചു പറഞ്ഞുകൊണ്ട് അവളെയും കൂട്ടി സ്റ്റാഫിൻ്റെ പിറകെ വിഷ്ണു പോയി. ഷിഫോൺ ടൈപ്പിലുള്ള സാരിയാണ് അവൻ ഉദ്ദേശിക്കുന്നത്. 1-2 നീക്കി വെച്ചപ്പോൾ തന്നെ അവന് ഇഷ്ടമായി. ഏതെടുത്താലും ജാനിക്ക് ചേരുമെന്ന് അവനറിയാം. വേറെ എന്തെങ്കിലും? ഡോ, മറ്റുള്ളതൊക്കെ താൻ തന്നെ വാങ്ങിക്കണം, കുസൃതിയോടെ ജാനിയുടെ ചെവിയോരമായി വിഷ്ണു പറഞ്ഞു. അവളാണെങ്കിൽ അവൻ പറഞ്ഞത് മനസ്സിലായതുപോലെ നാണത്തോടെ അവനെ നോക്കി. നേരെ സ്റ്റാഫിൻ്റെ അടുത്തേക്ക് പോയി അവൾക്കുള്ള അണ്ടർഗാർമെൻറ്റ്സ് വാങ്ങിച്ചു. എല്ലാം കഴിഞ്ഞ് ബില്ല് സെറ്റിൽ ചെയ്ത് അവർ നേരെ പോയത് ഫാൻസി ഷോപ്പിലേക്കാണ്. ഒരു അത്ഭുത ലോകം പോലെയായിരുന്നു ഷോപ്പ്. ജാനി എല്ലാം തുറിച്ചു നോക്കുന്നുണ്ട്. പല വർണ്ണത്തിലുള്ള ഫാൻസി ഐറ്റംസ്. അറിയാതെയെങ്കിലും അവളുടെ മനസ്സ് കൊതിച്ചുപോയി. മേഡം, ഫാൻസി ഷോപ്പിലെ സ്റ്റാഫ് അവരുടെ അടുത്തേക്ക് വന്നു. സിന്ദൂരം കിട്ടുമോ? സ്റ്റാഫ് വന്നപ്പോൾ തന്നെ മനസ്സിലായി എന്ത് വേണമെന്ന് ചോദിക്കാനാണെന്ന്. അതുകൊണ്ട് തന്നെ അവൾ വേഗത്തിൽ മറുപടി പറഞ്ഞു. യെസ് മാം. സ്റ്റാഫ് അവരെ രണ്ടുപേരെയും കൂട്ടി മുന്നോട്ടേക്ക് നടന്നു. നേരെ പോയത് ചാന്തുകളുടെ വലിയൊരു കളക്ഷനിലേക്കാണ്. അതിൽ നിന്ന് കടും ചുവപ്പുള്ള സിന്ദൂരം അവൾ സെലക്ട് ചെയ്തു. ഇത് മതി, അവൾ ആ സ്റ്റാഫിനോട് പറഞ്ഞു. മറ്റുള്ളത് നോക്കാം. ജാനി ഇനി ഒന്നും വാങ്ങിക്കില്ലെന്ന് മനസ്സിലായതോടെ വിഷ്ണു പറഞ്ഞു. അവൾ ഒന്നും പറയാതെ വിഷ്ണുവിൻ്റെ കൂടെ നടന്നു. എന്തൊക്കെയോ അവിടെയുള്ള സ്റ്റാഫിനോട് ചോദിച്ചു വാങ്ങിക്കൂട്ടുകയാണ് വിഷ്ണു. ഒരു പെണ്ണിന് വേണ്ടുന്ന എല്ലാ ഐറ്റംസും അവൻ വാങ്ങിച്ചു കൂട്ടി. എല്ലാം കണ്ട് അന്താളിച്ചു നിൽക്കുകയാണ് ജാനി. ജീവിതത്തിൽ ആദ്യമായാണ് ഇങ്ങനെയുള്ളതൊക്കെ വാങ്ങിക്കുന്നത്.
നെറ്റിയിൽ ഒരു കുഞ്ഞു പൊട്ടും കണ്ണിൽ കൺമഷിയും മാത്രമായിരുന്നു ഇതുവരെയുള്ള അവളുടെ അലങ്കാരം. അല്ലെങ്കിലും അതുമാത്രം മതിയായിരുന്നു പെണ്ണിന്. അത്രയും ചന്തമുണ്ട് ജാനി. ഏതൊരാളും ഒന്ന് കൊതിച്ചുപോകും അവളെ സ്വന്തമാക്കാൻ. സ്കൂളിലും കോളേജിലും തന്നെ ഒരുപാട് പ്രണയാഭ്യർത്ഥന അവൾക്ക് നേരെ വന്നിട്ടുണ്ട്. പക്ഷേ സുധിയേട്ടനെ പേടിച്ച് അവൾ ആരെയും ശ്രദ്ധിച്ചില്ല. സുധിയേട്ടൻ്റെ ചെവിയിൽ എന്തെങ്കിലും എത്തിയാൽ തൻ്റെ പഠിത്തം നിന്നുപോകുമോ എന്നവൾ ഭയന്നിരുന്നു. നല്ലൊരു കൂട്ടുകാരി പോലും അവൾക്കുണ്ടായിരുന്നില്ല. ബില്ലൊക്കെ പേ ചെയ്തു ഫാൻസി ഷോറൂമിൽ നിന്ന് രണ്ടുപേരും ഇറങ്ങി. വിഷ്ണു പിന്നെ നേരെ അവളെയും കൂട്ടിപ്പോയത് ചെറിയൊരു ഫുഡ് കഫേയിലേക്കാണ്. കയ്യിലുള്ള പാക്കറ്റ്സ് എല്ലാം ടേബിളിലേക്ക് വെച്ച് ജാനിയെ അവിടെ ഇരുത്തി വിഷ്ണു വാഷ്റൂമിൽ പോയി തിരിച്ചു വരുമ്പോൾ കണ്ട കാഴ്ചയിൽ പെരുവിരൽ മുതൽ അവന് ദേഷ്യം അരിച്ചു കയറി.